നമ്മുടെ നഗരപരിധികളിലെ വെള്ളവും ശുദ്ധമാണോ എന്നത് പരിശോധിക്കേണ്ടതായി വരുന്നത്. നമ്മൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു പശ്ചാത്തലവും ഇല്ല എന്നതാണോ ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ തന്നെ എറണാകുളം ജില്ലയിലെ കുടിവെള്ള വിതരണത്തിൽ ജാഗ്രത പുലർത്തുകയാണ് അധികൃതർ. കഴിഞ്ഞ വർഷം വേങ്ങൂരിൽ 180 പേർക്കാണ് മഞ്ഞപ്പിത്തം പിടിപെട്ടത്. വാട്ടർ അതോറിറ്റി വഴി വിതരണം ചെയ്ത കുടിവെള്ളത്തിൽ ഈ കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം അന്ന് കണ്ടെത്തിയിരുന്നു. കാക്കനാട് DLF ഫ്ലാറ്റ് സമുച്ചയത്തിലെ 350-ലധികം ആളുകൾക്ക് ഛർദിയും വയറിളക്കവും പനിയും പിടിപെട്ടതും ശുദ്ധമായ കുടിവെള്ളം ജനങ്ങളിൽ എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ അധികൃതരെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ശുദ്ധമായ വെള്ളമാണ് എത്തുന്നത് എന്ന് ഉറപ്പാക്കാൻ ഒരുങ്ങുകയാണ് തൃക്കാക്കര നഗരസഭ. കഴിഞ്ഞ വർഷമാണ് 550-ലധികം താമസക്കാരുള്ള കാക്കനാട് DLF ഫ്ലാറ്റ് സമുച്ചയത്തിലെ 350-ലധികം ആളുകൾക്ക് ഛർദിയും വയറിളക്കവും പനിയും പിടിപെട്ടത്. തുടർന്ന് ഫ്ളാറ്റിലെ കുഴൽക്കിണറുകൾ, മഴവെള്ള സംഭരണി, കിണർ എന്നിവയിലെ വെള്ളത്തിൽ നടത്തിയ പരിശോധനയിൽ കോളിഫാം ഈക്കോളിംഗ് ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തി. അതിനുശേഷം ഓരോ മാസവും കൃത്യമായി കുടിവെള്ളം പരിശോധിക്കണമെന്ന് ആരോഗ്യമന്ത്രി DMOയ്ക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് കാക്കനാട്, കളമശ്ശേരിയിലെ ചില പ്രദേശങ്ങളിലാണ് കുടിവെള്ളത്തിലെ അണുബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ അടക്കം കൃത്യമായ പരിശോധന നടത്തുമെന്ന് തൃക്കാക്കര നഗരസഭാ ചെയർമാൻ വ്യക്തമാക്കി. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ 2024 തൃക്കാക്കര നഗരസഭാ പരിധിയിൽ DLF ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് ചില സാംക്രമിക രോഗങ്ങൾ ഉണ്ടായെന്നുള്ള യാഥാർത്ഥ്യമാണ്. അവർ സ്വന്തമായി നേരിട്ട് കേരള വാട്ടർ വെള്ളം മാത്രമല്ല, സ്വന്തം ബോർവെല്ലിലെ വെള്ളവും വാട്ടർ ടാങ്ക് അടിക്കുന്ന വെള്ളവും കിണറിൽ നിന്ന് എടുക്കുന്ന വെള്ളവും അത് ഒരു ചെറിയൊരു ബാക്ടീരിയ വിഷയം ഉണ്ടായെന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി വരാൻ പോകുന്ന ഭരണസമിതി കുടിവെള്ളത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മുന്നോട്ട് ശുദ്ധജലം സാംക്രമിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട് മുഴുവൻ പരാതികളും പരിഹരിക്കാൻ ജാഗ്രതയോട് കൂടി തന്നെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ശുചിത്വ നഗരമെന്ന് അവകാശപ്പെടുന്ന ഇൻഡോറിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ജനങ്ങൾക്ക് ലഭ്യമാകുന്ന കുടിവെള്ളത്തിൽ പോലും കൃത്യമായ പരിശോധനയോ ശ്രദ്ധയോ ഇല്ലാത്തതാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.